മോളെ അച്ഛൻ രാവിലെ തുടങ്ങിയോ? ഞാനിവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. രാവിലെ ഞങ്ങളെ പിടിച്ചിരുത്തി കത്തി വെക്കുക. ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അല്ല, ഞാൻ വെറുതെ അച്ഛ ഇന്ന് ബാങ്കിൽ ഓഡിറ്റിംഗാ, സോ വരാ ലേറ്റ് ആവും. മകന്റെ ഭാര്യ അച്ഛാ, ഞാൻ വൈകിട്ട് വീട്ടിലൊന്ന് കേറിയിട്ടേ വരൂ. അച്ഛന് തീരെ സുഖമില്ല. അയ്യോ, ഇന്നലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ആ പഴയ നെഞ്ചുവേദന വീണ്ടും വന്നു. അയ്യോ, എന്ത് പറ്റി? ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചതാണല്ലോ. വെറുതെ അല്ല, അവിടെ വിളിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു കാണും. മോളെ, നീ എപ്പോ തിരിച്ചെത്തും? ഞാൻ ലേറ്റ് ആവും. മോളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കുക. അച്ഛൻ ഒന്ന് അവളെ പിക്ക് ചെയ്യണേ, മറക്കല്ലേ. അവൾ ഇവിടെ അടുത്തൊരു ബാങ്കിലാ വർക്ക് ചെയ്യുന്നത്. ഓ, അത് ശരി. മോളെ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട മമ്മദ്ക്ക, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. പിന്നെ വൈകുന്നേരം മോളെ കൂട്ടാൻ അച്ഛന്റെ കൂടെ ഒന്ന് പോണേ, മറക്കല്ലേ. ഓ ശരി. അല്ല കേശവ, ഞാൻ പറഞ്ഞ കാര്യം ശബരിമലല്ലേ, അതിന് ഇവന്റെ ജോലിക്കാര്യം. നീ ഇങ്ങോട്ട് അടുത്ത് വന്നേ. അതെ, നീ ഇവിടെ നേരെ പുറത്തിറങ്ങുക. എന്നിട്ടൊരു ഓട്ടോ പിടിച്ച് പാളയത്തിലേക്ക് പോവുക. ആ പാളയത്തിലാണ് ജോലി? അല്ല, അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം. ഓ, ഓവർ ബ്രിഡ്ജ്. ആ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുമ്പോ ഒരു തിയേറ്റർ കാണും. ഓ, തിയേറ്ററിലാ? അല്ല, പിന്നെ അങ്ങോട്ട് പോകരുത്. ഓവർ ബ്രിഡ്ജ് എപ്പുറത്ത് വെച്ച് നേരെ എടുത്തോട്ട് ഒരു ഇറക്കുണ്ട്. ആ, ഇറക്കമുണ്ട്. ഇറക്കത്തിൽ ഇവനെ കൊണ്ട് ഇരുത്തുക. അല്ല, പിന്നെ രാവിലെ ഓരോന്ന് വരും കുറ്റും പൊരിച്ചും കൊണ്ട്. ഈ പണി എടുത്തോട് വല്ല കൊടുത്തു. നമുക്ക് ഇതുവരെ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാലോ. അറിയാം സാർ. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ എല്ലാവരുടെയും ജോലി അത് ബാധിക്കും. തീർച്ചയായും. അതുകൊണ്ട് സാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. സാർ, അതെനിക്കറിയാം. കുട്ടികളുടെ കാര്യമല്ല ഞാൻ വ്യക്തമായി നോക്കിക്കോളാം. ഈ ടൂർ ഇപ്പോൾ ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അത് സാറ് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതെനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത്. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ശ്രദ്ധിച്ച് സാർ കൊണ്ടുവരണം. തീർച്ചയായും. ശരി, നടക്കട്ടെ. ശരി, ഞാനേ ഓഫീസിലുണ്ടോ? ശരി ശരി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്നൊരു പഠനയാത്ര പോവുകയാണ്. യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ടീച്ചറെ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ്. ശരിയാ, എനിക്കും അത് തോന്നി. ക്ലാസ്സിലെ കേടായ ഫാനൊന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ. അത് ശരിയാ ടീച്ചറെ. ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ. ഇതെന്തോ ഉടായിപ്പാ. അതെ, ദേ സാറ്. അതെ അതെ, ടീച്ചർക്ക് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ വേറെ ഉടായിപ്പാ. എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഞാൻ നന്നായി പറഞ്ഞതാ ടീച്ചറെ, വണ്ടർലായിലേക്ക് പോവാന്ന്. കേട്ടില്ല. സാർ എന്താ സാറേ കൊച്ചു പിള്ളേരെ പോലെ? പിള്ളേർക്കാണ് തുള്ളിയും കൂടുതൽ. പോ സാറേ, ചുമ്മാ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ. പിന്നെന്താ രാവിലെ ഒരു ചർച്ച? സാർ, ഈ ടൂർ വേണോ? അതെന്താ അങ്ങനെ? നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? അല്ല, എന്നാലും അല്ലേ സാറേ? അതെ. അപ്പോ സജി സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളെല്ലാവരും എത്തി. ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശന സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ, നമ്മളെന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ആ 9 അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആളൊരു പോലീസുകാരനാണെന്നേ ഉള്ളൂ. നമ്പർ 1 മണ്ടനാ. അതാ വരും. ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. ഇല്ല. സാറിന് 100 ആയിസാ. സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇയാളെന്തിനെ കുറിച്ച് പറഞ്ഞേ? സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊരു സത്യം മാത്രം. ടൂർ പോവല്ലേ? പിന്നെ സാറെന്താ ഈ വേഷത്തില്? രാവിലെ നനച്ചിട്ട് നിക്കറേ, ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ടത്തെ പോലെ ഇവിടെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. നേരത്താണ് ഇങ്ങനെയൊക്കെ കുഴു കുത്തി വാഴ വെച്ചാ മതിയായിരുന്നു.
കുട്ടികളെല്ലാരും വന്നു. ഒരു കുട്ടിയുടെ അച്ഛൻ സാറിനെ അന്വേഷിക്കുന്നുണ്ട്. ആ മോളൊരു കാര്യം ചെയ്യും, എല്ലാരും എത്തിയിട്ടുണ്ടെന്ന് HM-നെ അറിയിക്കും. സാർ. ആ ഏ ഞാൻ അർജുന്റെ ചേട്ടനാണ്. അർജുന്റെ ചേട്ടൻ കണ്ടാ പറയില്ല. അതെല്ലാരും പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നേ, സമയത്തിന് ലീവൊക്കെ കിട്ടും. അർജുൻ ഇവിടെ ഉണ്ടായിരുന്നു. മോൻ ഒരു കാര്യം ചെയ്യും, ബാഗ് കൊണ്ട് ബസ്സിൽ പോയി. ഓക്കെ സാർ, ഓക്കെ. മോള് HM-നെ ഒന്ന് അറിയിക്കും. ഞാൻ ഇപ്പൊ വരാം. ശരി സാർ. അർജുന്റെ ചേട്ടനാണല്ലേ? ഹായ് ചേട്ടാ. അവൻ എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും. ആക്ച്വലി ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു. വീട്ടിലെ ഫാൻ നല്ലതാ. പണ്ടച്ഛൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത്തിരി സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര കാറ്റാ. അതിനെപ്പറ്റി അവൻ നിന്റെ അടുത്ത് പറഞ്ഞോ? തമാശ പറഞ്ഞാണല്ലേ? അല്ല ചേട്ടാ, എങ്ങനെ ഈ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടുന്നേ? അതും മൈക്രോസോഫ്റ്റിലെ ജോലി കളഞ്ഞിട്ട്. അർജുൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ചേട്ടൻ അവിടെ 3 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ ജോലി കളഞ്ഞ? എത്രയെന്ന്? 3 ലക്ഷം. എന്താ ചേട്ടാ? അച്ഛാ, ഒരു 30 രൂപ ഉണ്ടോ? ഇല്ല. ഒരു 20 രൂപ? ഇല്ല. ഒരു 10 രൂപയെങ്കിലും? ഇല്ല. അച്ഛാ, ഒരു 5 രൂപയെങ്കിലും ഉണ്ടാ നിങ്ങളെ കയ്യില്? നിനക്ക് എന്തിനാടാ ഇപ്പൊ പൈസ? മിനി ഗോൾഡ് വാങ്ങാനായിരുന്നു. ചേട്ടാ, HM-നെ കാണാൻ പോണ്ടേ? ഓക്കെ. വന്നേ. സാർ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് സുദർശൻ സാർ പറയാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛന് സാറിനെ കാണണമെന്ന് പറഞ്ഞു. മോള് പോയിക്കോ, ഞാനങ്ങ് വന്നോളാം. അല്ല, നിങ്ങളാരാ? ഞാൻ എട്ടിപ്പടിക്കുന്ന അർജുന്റെ ചേട്ടനാണ്. അവനിപ്പോ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ആണോ? മോനെ, കുട്ടികളൊക്കെ നോക്കണം. ശരി സാർ. എല്ലാം കുരുത്തം കെട്ടവന്മാരാ. ശ്രദ്ധിച്ചോളണം. റിസ്ക് അല്പം കൂടുതലാ, അറിയാലോ. കാടാണ്. കാടാ? ഏത് കാട്? അഗസ്ത്യവനം. അഗസ്ത്യവനം? എന്ത് പറ്റി? അമ്മച്ചി ഏക്കിലെടുക്ക് ഇതുവഴി പോയത് കണ്ടീനി. മലയാളത്തിൽ പറയടാ. അതിന്റെ ഒരു ഇംഗ്ലീഷ്. അമ്മച്ചി എരപ്പാളിയാണെങ്കിൽ മലയാളിയാ. എന്തു പറ്റി? ഒന്നുമില്ല സാർ. ബാഗ് കൊണ്ടുപോയി വണ്ടി വെക്ക്. ഓക്കെ. ഈ കാട്ടിപ്പോയി ഞാൻ ആരെ പിടിച്ച് ഉമ്മ വയ്ക്കാനാ? കണ്ടിട്ടൊരു കള്ള ലക്ഷണമാണ്. കേറിക്കോ. അർജുൻ, രാജേഷ്, അശ്വിൻ, അമലേന്ദു, ശ്രാവൺ, കിരൺ, അഷ്റഫ്, ആകാശ്, പവിത്ര. ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുദർശൻ സാറേ. ശരി സാർ. ശരി.